ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഷിബാസുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ മലമ്പുഴ കവയിലേക്ക് പോയ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങൾ ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുൾ കാടുകൾ കണ്ടില്ലേ, രണ്ട് സൈഡ് ഇങ്ങനെ മണ്ണ് മലക്കുന്നുകൾ ആണ് ഉള്ളത്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാടും വീടും കടന്നു പോകണം പറയില്ല, അതേപോലെയാണ് കാടും മലയും കടന്നു പോകണം പറയില്ല, അതുപോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുലികളൊക്കെ വരും, നോക്കിയിട്ട് വേണം. 5 മണിക്ക് ശേഷം ഇവിടെ അവിടെയാണ് പോകാൻ വിടില്ല എന്നാണ് പറയുന്നത്. എന്നാലും പുലികളൊക്കെ ഇറങ്ങുന്നു, ആനകളൊക്കെ ഇറങ്ങണമെന്നാണ് പറയുന്നത്. മലമ്പുഴ കവയിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും മലമ്പുഴയ്ക്ക് പോകും വരും, കവയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും കവയിലേക്ക് പോകണം പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. കാട് പോലെയല്ല, കാടാണ്, പക്ഷേ ഇടയിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലൊക്കെ വീടുണ്ട്. എങ്ങനെ തന്നെ ഇങ്ങനെ ബൈക്കും ഓട്ടോ എന്തെങ്കിലും വേണോ, ഇല്ലെങ്കിൽ ഒന്നും പോകാൻ പറ്റില്ല. നടന്നിങ്ങനെ നേരത്തിന് സമയത്തിന് വരണം. അങ്ങനെയൊക്കെയാണ് ഈ സ്ഥലങ്ങളുള്ളത്. കവ പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. രണ്ടിലും നല്ല ചന്തമുണ്ട്. മാങ്ങാത്തോട്ടമാണ് തോന്നുന്നു. നല്ല സൂപ്പർ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് പാൽപ്പണ്ണയാണ് കേട്ടോ. പാല് ഇതാക്കണ സ്ഥലമാണ്, പശുവിൻ്റേത്. അതാണ്. പിന്നെ അതാണ്ടില്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ സ്ഥലം നല്ല ദൂരമുണ്ട് കേട്ടോ. അതുകൊണ്ടില്ലേ മലകളും മലനിരകളൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇറക്കി ഇതൊക്കെ നോക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓട്ടോ നിർത്തി ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. കണ്ടില്ലേ, ആകാശമൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. അങ്ങനെ നടന്നിങ്ങനെ പോകാൻ തോന്നുന്നു നോക്കുമ്പോൾ തന്നെ. പിന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് ഇങ്ങനെ നിന്നു. വീഡിയോ ഒക്കെ അങ്ങനെ എടുത്ത് നിന്നു കേട്ടോ. പിന്നെ കയറാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇനി പുലിഗിരി വരണ്ട പറഞ്ഞിട്ട് അങ്ങനെ കയറിട്ടോ. ഓട്ടോയിൽ കയറി അങ്ങനെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം എത്തണേ ഇല്ല, എത്തും പറഞ്ഞിട്ട് എത്തണേ ഇല്ല. പിന്നെ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇടയിലടയിൽ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇനി വീടുകളൊക്കെ ആകുമായിരിക്കും. കാടൊക്കെ വീടാകുമല്ലേ, ഇനി വീടുകളൊക്കെ ആകുമായിരിക്കും. വീടുണ്ട് കേട്ടോ, കുറച്ച് ദൂരത്ത് കുറച്ച് അങ്ങോട്ട് പോയാൽ നിറയെ വീടുകളൊക്കെ ഉണ്ട്. നിറയെ വീടുകൾക്ക് മുന്നാമ്പുറത്തിന് ഇങ്ങനെ കാട് പോലെ ഇടയിലടയിൽ വീട്. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ കവയിലേക്ക് പോയില്ല. എന്തായാലും ഞങ്ങൾ ഇനിയും കുറച്ചും കൂടി പോകണം പറഞ്ഞപ്പോൾ കവയിലേക്ക് പോയില്ല. എന്താ വെച്ചാൽ പാതി മുക്കാലാകുമ്പോഴേ ഇവിടെ നിന്നാലേ ഒരു സ്ഥലത്ത് നിന്നാലേ നോക്കി വെള്ളമില്ല കേട്ടോ. അതുകൊണ്ട് വെള്ളം ഇരുന്നാലേ രസം ഉണ്ടാവും പറഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ മലമ്പുഴയ്ക്ക് വന്നു. നന്നായി. അതുകൊണ്ടല്ലേ ട്രെയിനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലവർ ഷോ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഫ്ലവർ ഷോ കഴിഞ്ഞിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഒരു ലീവിൽ പോയതാണ്. അതുകൊണ്ട് ട്രെയിനൊക്കെ സൂപ്പറായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആനേൻ്റെ പ്രതിമ, ആനകളുടെ പ്രതിമ, പൂക്കളവിടെ വെച്ച് സെറ്റാക്കിയിരുന്നു. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, തോണിയൊക്കെ നല്ല ഫ്ലവറൊക്കെ ഇട്ട് സെറ്റപ്പാക്കി നടുവിൽ വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ വേറെ ഭാഗത്തായിരുന്നു ആദ്യം പോകുമ്പോൾ. ഇപ്പം നന്നായി സൂപ്പറായി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു രസം മലമ്പുഴയ്ക്ക് പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഉണ്ടാവും. കളിച്ചുകൊണ്ട് ഇങ്ങനെ പോയിട്ട് വരാം. എന്താ ഇവിടെ തന്നെ കരടീൻ്റെത്, ആന, അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കുട്ടികൾ. ഞങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇങ്ങനെ പാർക്ക് ഇങ്ങനെ നടക്കുകയാണ്. മുകളിൽ കണ്ടില്ലേ മല, അതാ മേല് പാലം, ഡാം മുകളിൽ കയറുന്നത്. കുറേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്ക് വരുന്നേ ഉള്ളൂ നമ്മൾ പോയ സമയത്ത്. കണ്ടില്ലേ, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ നല്ലൊരു നമ്മൾ പാവപ്പെട്ടവർക്കൊക്കെ മലമ്പുഴയ്ക്ക് തന്നെ അടുത്ത് മലമ്പുഴയാണ് അടുത്ത്. അപ്പോൾ അവിടെ തന്നെ അധികം പോവുകയുള്ളൂ. പോയി ഒരു രസത്തിന് വേണ്ടി, കുട്ടികളുടെ രസത്തിന് വേണ്ടി പോയി ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് വരാം. നമുക്ക് കാളിയ മർദ്ദനം, കൃഷ്ണൻ്റെ പ്രതിമ, വെള്ളമൊക്കെ സൂപ്പറായി പോകുന്നുണ്ട്. വെള്ളം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ് കണ്ടില്ലേ, ഗാർഡൻസുകൾ. അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഇരുന്നു. മുകളിൽ കയറാനൊന്നും പറ്റിയില്ല. നേരമായി പറഞ്ഞിട്ട് ഡാമിൽ മുകളിലൊന്നും കയറിയില്ല കേട്ടോ. നോക്കി തന്നെയല്ലേ എത്ര പ്രാവശ്യം പോകണമെന്ന് പറഞ്ഞിട്ട് നേരമായി പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെയൊക്കെ പോയി കുട്ടികളൊക്കെ കളിക്കാനൊക്കെ വെച്ചു കേട്ടോ. പാർക്കിലേക്ക് പോയി എല്ലാവരും ചുറ്റിക്കറങ്ങി. റോപ്പ് വേ
കണ്ടില്ലേ, എല്ലാവിടെയും ചുറ്റി നോക്കിയിട്ട് ആകാശങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ നടന്നു. ശരി, കുട്ടികളുടെ പാർക്കിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ പാർക്കിലേക്ക് പോയി. കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാർക്കിലേക്ക് പോയിട്ട് എന്താണ് വഴുക്ക് പാതയിൽ കളിക്കുകയാണ്. ആ സീനാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. പേടിച്ച് ഇറങ്ങുകയാണ് കുട്ടി. ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.